സംയോജിപ്പിച്ചതിൻ്റെ ധൂപം നീയാകുന്നു. ഈ പള്ളികൂദാശ സമയത്ത് നിൻ്റെ ശ്രേഷ്ഠതയുടെ ആദരവിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സൗരഭ്യ ധൂപത്തെ അംഗീകരിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഇതിൽ നിനക്ക് പ്രീതി തോന്നണമേ. നിന്നോടപേക്ഷിക്കുന്ന നിൻ്റെ സഭാമക്കളെ ശുദ്ധീകരിപ്പാൻ നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈ ഭവനത്തിൽ നിൻ്റെ കൃപയൊഴുക്കണമേ. ഇതിൽ വെച്ച് നിൻ്റെ കൂദാശകൾ അനുഷ്ഠിക്കുന്നതിനും സ്വീകാര്യയോഗ്യങ്ങളായ യാഗങ്ങൾ അർപ്പിക്കുന്നതിനും തക്ക യോഗ്യത നൽകണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും വിശുദ്ധരൂവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവിനെ തന്റെ ശുദ്ധ സ്ഥലത്ത് സ്തുതിപ്പിൻ. പ്രബലമായ ആകാശത്തിട്ടിൽ തന്നെ സ്തുതിപ്പിൻ. പ്രാബല്യത്താൽ തന്നെ സ്തുതിപ്പീൻ. തന്റെ മഹിമാധിക്യത്താൽ തന്നെ സ്തുതിപ്പീൻ. പരനാഗതനായി സിയോനിൽ കൈവേപ്പേകി മോശയ്ക്കായി മോശയദഹരോനും നൽകി വന്നിതു ഗഹളനാദത്താൽ അവനെ സ്തുതിപ്പീൻ. തമ്പുരുകളാലും വീണകളാലും അവനെ സ്തുതിപ്പീൻ. മന്ദളങ്ങളാൽ അവനെ സ്തുതിപ്പിൻ. രാഗസുഖമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പിൻ. സുതനുടെ ശിരസിൽ പാർത്തവനാം റൂഹാവന്നി മദ്ബഹായിൽ ശുദ്ധീകരണം നൽകണമേ. സ്തുതി മാധുര്യമുള്ളതായി താളങ്ങളാൽ അവനെ സ്തുതിപ്പിൻ. ശബ്ദത്താലും ആർപ്പുള്ളാലും അവനെ സ്തുതിപ്പിൻ. ജീവനുള്ളതൊക്കെയും കർത്താവിനെ സ്തുതിക്കട്ടെ. ജഡരെ നിർമ്മലനാക്കിയ വിമലാത്മ വന്നിവിടെ സഹവാസം ചെയ്തേഗണമിവിടെ പരിശുദ്ധി ഓലം വാദാമൽ ഓലം മീനാമി റോഹോ കാദി ശോദാഗ്ദേ ലശമോരിസ്ലേ സർവശക്തിയുള്ളതായി
ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെ സൃഷ്ടിതാവായ സത്യ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സർവ്വം നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്രോതത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത്തിനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്രോതത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ ഉൾത്തുവാത്തിരിക്കുന്നവനും ജീവനുള്ളവരെ മരിച്ചവരെ ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മശിഹ ഏകർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലേന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായിലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമാകുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ദൈവം തമ്പുരാനെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും നീ വളരെ കരുണയുള്ളവനും ദയാലുമാകുന്നുവല്ലോ. നിനക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹോശോ വബുകുലസ്ബൻ ഇപ്പോൾ വിശുദ്ധ മൂറോൻ കൂടാതെ ആദ്യത്തെ സ്ലീബ ത്രോണോസുകളിന്മേൽ വരയ്ക്കും. അതിനുശേഷം ധൂപം വച്ച് പ്രാർത്ഥിക്കും. പിന്നീടുള്ള എല്ലാം വരയ്ക്കുന്നതിന് മുമ്പ് ധൂപം വച്ചിട്ട് വരയ്ക്കും. തൈലം കൊണ്ടൻ മൗലിയതിന്നേകി പുഷ്ടി ഉയർതരമ ലഹരിയതേകുന്ന കാസ ശുദ്ധത നിന്നിൽ നിന്നൊഴുകും പരിശുദ്ധൻ നീ സർവേശ പൗരോഹിത്യം നീ നൽകി നിന്നടിയാരാര്യന്മാർ അർപ്പിച്ചിടും യാഗങ്ങൾ കൈക്കൊള്ളുവോനും നീ തന്നെ. സേനായ് ഗിരിയിൽ വരനേശൻ താതനോടൊന്നിച്ചാഗതനായി നിഴലായൊരു പരികർമ്മത്തിൽ ശാന്തികരൻ പരനിൽ നിന്ന്
നിറവായൊരു കൃപ ഞങ്ങൾക്കു പരിചൊടുത്തമതായി വന്നു. അഖിലേശൻ നീ എന്നങ്ങൾ ബോധിച്ചിടുന്നു നാഥാ. വാനം മുഴുവൻ തന്നാലും ഭുവനം തന്മാഹി മകളാലും തിങ്ങി നിറഞ്ഞു രീശാനി പരിശുദ്ധൻ ശുദ്ധൻ ശുദ്ധൻ ശുദ്ധീകൃതമീ ബലിപീഠം ശ്രേഷ്ഠാചാര്യ പ്രമുഖന ത്രൈകാലഭിഷേചിതയായി തണിയും ശക്തി. കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, നേരത്തെ ആരംഭിച്ചിരിക്കുന്നതായി ഈ പൗരോഹിത്യ കർമ്മത്തെ നിന്റെ പരിശുദ്ധ റൂഹായാൽ പൂർത്തീകരിക്കണമേ. ഈ ബലിപീഠങ്ങൾ ശാശ്വതമായ നിന്റെ സ്വർഗീയ കൂദാശകൾക്ക് യുക്തമായും ഈ മദ്ബഹ വിഷമിച്ചിരിക്കുന്നവർക്ക് ആശ്വാസ തുറമുഖമായി തീരണമേ. മനസ്സോടോ മനസ്സൂടാതെയോ തിരുമുമ്പാകെ സംഭവിക്കുന്നതായ എല്ലാ പാപങ്ങളാലും ഞങ്ങളിതിനാൽ വെടിപ്പാക്കപ്പെടുവാനിടയാകണമേ. ദൈവമേ, നീ നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായും വന്യനാകുന്നു. ത്രിയേകനാഥനക്ക് സ്തുതിയും ബഹുമാനവും വാഴ്ചയും എന്നേക്ക് യോഗ്യമായിരിക്കുന്നു. ബർക്കുമോ ഹാശവ കൊലസ്മാൻ. 啊。 ലോൽമേ. 啊。
എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. നീ മാത്രം നല്ലവനും കാരുണ്യമാനന്ദർക്ഷമയുള്ളവനും കൃപാബഹലനുമാകിയാൽ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്ക് ഞങ്ങൾ അനവരതം സ്തുതിയും സ്തോത്രവും കരറ്റും. ഹോശോ വാബുകുലസ്ബൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കുറിയേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നിന്റെ മാതാവായ പരിശുദ്ധനിയമതയാം അമ്മയുടെയും പരിശുദ്ധനായ മാർത്തോമാസ്ലിഹായുടെയും കാവൽ പിതാവായ വർഗീസദായുടെയും പരിശുദ്ധനായ മാർ ഗ്രിഗോറിയോസിൻ്റെയും മധ്യസ്ഥത മുഖാന്തരം ഞങ്ങളെയും ഈ ബലിപീഠങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഭസ്മോദാബോ മംഗളമൊടുവാണി
കൊണ്ടോർക്കും ശാശ്വത സുഖഗേഹം നൽകാൻ നിന്ദേവൻ നിന്നെ പരനാ നിഖിലേശനിൻ മധുമഹായുടെ കിഴക്കേ ഭിത്തിന്മേൽ ഞാൻ ഭൂഷം 2 വശങ്ങളിലും വംശവസ്ത്രമാർ പൂശുകയും തുടർന്ന് അവർ താഴോട്ടിറങ്ങി കട്ടളപ്പടികളിന്മേൽ പൂശുകയും ചെയ്യുവാൻ ക്രമീകരിച്ചു കൊള്ളണം എന്ന് അറിയിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നിന്റെ മാതാവായ പരിശുദ്ധ കന്യമറിയാമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പരിശുദ്ധന്മാരായ 12 സ്ലീഹന്മാരുടെയും മോർ ഗീവർഗീസദായുടെയും മോർ ഗ്രിഗോറിയോസിൻ്റെയും മധ്യസ്ഥത മുഖാന്തരം ഞങ്ങളുടെയും ഈ മദ്ബഹായെയും ശുദ്ധീകരിക്കണമേ. ഭസ്മോതാപോ ഉദാപരോ ഹായുകാദേശൽ ഹായദൽ ഓലം ബൽമീൻ. ദൈവമായ കർത്താവേ, തന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നിന്റെ മാതാവായ പരിശുദ്ധ പൂശിക്കോ പരിശുദ്ധ കന്യമറിയാം അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥത മുഖാന്തരം ഞങ്ങളെയും ഈ ആലയത്തെ ശുദ്ധീകരിക്കണമേ. ദൈവമായ കർത്താവേ, തന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നിന്റെ മാതാവായ പരിശുദ്ധ കന്യമറിയാം അമ്മയുടെയും 12 സ്ലീഹന്മാരുടെയും മോർ ഗീവർഗീസദായുടെയും മാർ ഗ്രിഗോറിയോസിൻ്റെയും മധ്യസ്ഥത മുഖാന്തരം ഞങ്ങളെയും ഈ ആലയത്തെ ശുദ്ധീകരിക്കണമേ. ഭസ്മോദാപോ ഉദാപരോ വദറുഹോ ഹായുകാദേശൽ ഹായദൽ ഓലം വൽമേ. ഭസ്മോദാപോ ഉദാപരോ വദറുഹോ ഹായുകാദേശൽ ഹായദൽ ഓലം വൽമേ. കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നിന്റെ മാതാവായ പരിശുദ്ധ കന്യമറിയാം അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മോർ ഗീവർഗീസദായുടെയും മോർ ഗ്രിഗോറിയോസിൻ്റെയും മധ്യസ്ഥത മുഖാന്തരം ഞങ്ങളെയും ഈ മമ്മുദിസ കല്ലിനെ ശുദ്ധീകരിക്കണമേ. എന്നും നീ സർവേശ മംഗളമോടുവാണി ആശ്രമമിതിനോട് പണി കൊണ്ട് ക്ലേശിതരാം വൃതസഹജന്മാർ സർവരുമൊന്നായി
Valseno Briono Dito Cadisto Dalo യേശുവത്തോ Decorarum Romatreso Yosocadeso Shami Bosia Valseno Briono Dito Cadisto Dalo യേശുവത്തോ Decorarum Romatreso Yosocadeso Shami Bosia Valseno Briono Dito Cadisto Dalo സ്ലീബ ഘോഷിച്ചു വയ്ക്കുന്നു. സ്ലീബോസോ Sino Sliboni Sodaso Kuso Slibodu Beku Rikina Bekola Mestavarina ശുഭദീഹനം Sliba Vijaya Kodita Sliba Namme Rekshi Chidu Slibai Pugalo സ്ലീബോസോ Saino Sliboni Sodaso Kuso Slibodu Beku Rikina Bekola Mestavarina ശുഭദീഹനം Sliba Vijaya Kodita Sliba Namme Rekshi Chidu Slibai Pugalo ബറക്കുമോർ ദൈവം നമ്പുരാനെ ഈ സ്ഥലത്ത് തിരുസന്നിധിയിൽ നിന്റെ പരിശുദ്ധ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് യോഗ്യ നൽകിയതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എതിരാളിയുടെ സകലതന്ത്രങ്ങളെ നിരോധിച്ച് ഞങ്ങൾ രക്ഷിക്കണമേ. നിന്റെ ആശീർവാദത്താൽ ഈ ദേവാലയത്തെ വാഴ്ത്തണമേ. ആത്മീക സ്തോത്രാർപ്പണത്താൽ ഇതിനെ കാത്തുകൊള്ളണമേ. ഭയങ്കരവും സ്വർഗീയമായ നിന്റെ കൂദാശകളെ സ്വീകരിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഇത് നിന്റെ പരിശുദ്ധയാലയമായി തീരുവാൻ നീ ആഗ്രഹിക്കുകയും തിരുനാമ ബഹുമതിക്കായതിനെ നിയോഗിക്കുകയും ചെയ്ത പ്രകാരം നീ എഴുന്നള്ളിയതിൽ വസിക്കണമേ. ഈ ആലയത്തെ സൂക്ഷ്മമായി സംരക്ഷിച്ച് പരിശുദ്ധാത്മശക്തിയാൽ നീ തന്നെ ഇതിന് കോട്ടയായിരിക്കണമേ. ബാറക്കുമോർ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ മക്കളെ, ഇനി ശേഷിക്കുന്നത് ശ്വാസപ്രമാണവും ധൂപപ്രാർത്ഥനയുമാണ്. സുപ്രധാനമായതാണ്. വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ ക്ഷീണവും ബലഹീനതയും കൊണ്ട് അല്പം പല കാര്യങ്ങളും വേഗത്തിലാക്കി. ക്ഷമിക്കണം. വളരെ ശ്രദ്ധിച്ച് ഇത് പൂർത്തീകരിക്കണം എന്നാഗ്രഹിച്ചു. ആരെയും എടുത്തു പറയുന്നില്ല. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ 9.5 മാസമായിട്ട് എടുത്തും വലത്തും മാറാതെ തങ്ങളുടെ ബിസിനസ്, തങ്ങളുടെ കാര്യങ്ങൾ, രോഗം എല്ലാം വിട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു. ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കൂദാശയിൽ സംബന്ധിച്ചത് ഈ പള്ളിയുടേതാണ്. ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ അനവധിയാണ്. ഇവിടെ ഒരു സെമിത്തേരിയുടെ കാര്യത്തിൽ വലിയ തർക്കവും ബഹളവും ഉണ്ടായി. പക്ഷേ അന്ന് ഇന്നത്തെ UDF കൺവീനർ തങ്കച്ചൻ വന്ന് ബലഹീനനായ എനിക്ക് ശക്തി പകർന്നു തന്ന് ഇവിടെ ഒരാൾ മരിച്ച് അത് അടക്കുമ്പോൾ എല്ലാവരും കിടന്ന് വിറയ്ക്കുകയായിരുന്നു. ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറിയിട്ട് പരിശുദ്ധനായ വർഗീസദായുടെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ എല്ലാ സമുദായത്തിലും, എല്ലാ ജാതിയിലും,
വിഭാഗത്തിലും പെട്ടവർക്ക് അനുഭവമായി കൊണ്ടിരിക്കുന്നു. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗമാലി ഭദ്രാസനത്തിലെ പെരുമ്പാവൂർ മേഖലയുടെ മെത്രാപ്പൊലീത്ത, ഇംഗ്ലണ്ടിൻ്റെ കൂടെ ചാർജുള്ള അഭിവന്ദ പിതാവ് മാത്യൂസ് മാർ അപ്രയം തിരുമേനി ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുക മാത്രമല്ല, അദ്ദേഹം ഇന്ന് പ്രസംഗിച്ച് അനുഗ്രഹിക്കണമേ എന്ന് അദ്ദേഹത്തിൻ്റെ തൃപ്പാദത്തിൽ. കൊച്ചു പ്രസംഗമാണ്, ആരും ഭയപ്പെടേണ്ട. എല്ലാവർക്കും വഴിപാടിട്ട് സ്ലീബാമുത്തുവാനുള്ള ക്രമീകരണം പള്ളി ഭാരവാഹികൾ ശമാശന്മാർ വഴി ചെയ്തു കൊള്ളണം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമീൻ. ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഈ മേഖലയുടെ മെത്രാപ്പോലിത്തയായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സേവേറിയസ് മെത്രാപ്പോലീത്ത തിരുമനസ്, മറ്റ് അഭിവന്യരായ പിതാക്കന്മാരെ, വന്യ കോറപ്പിസ്കോപ്പ വൈദികരെ, ബഹുമാനരായ വൈദികരെ, ശമാശന്മാരെ, ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ജനമേ, സുറിയാനി ക്രിസ്ത്യാനികളുടെ അതിപുരാതന കേന്ദ്രമാണ് അങ്കമാലി പ്രദേശം. തോമാസ് ശ്ലീഹ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇറങ്ങി തുടർന്ന് അങ്കമാലി ബന്ധപ്പെട്ട് നിൽക്കുന്നതായ അതിപുരാതന കേന്ദ്രമാണ് സുറിയാനി സഭയുടെ അങ്കമാലി. ഈ പട്ടണത്തിൽ നമ്മുടെ ആളുകൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന ഈ ദേശത്ത് പരിശുദ്ധ സഭയുടെ മഹത്വത്തിനും അനുഗ്രഹത്തിനുമായി ഈ ഒരു അനുഗ്രഹിക ദേവാലയം നിർമ്മിക്കപ്പെട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയോട് ചേർന്ന് നിൽക്കുന്ന ഈ പള്ളി എല്ലാവർക്കും അഭയസ്ഥാനമായിരിക്കും. ധാരാളം ആളുകൾ ഇതിനുവേണ്ടി പരിശ്രമിക്കുകയും വൈദികർ അധ്വാനിക്കുകയും ഒക്കെ ചെയ്തത് ദൈവനാമതിരുനാമ മഹത്വത്തിനായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എഫേസ് ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ സഭയെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, നിങ്ങളോ ദൈവത്തിൻ്റെ ഭവനക്കാരും വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ആയിരിക്കെ ക്രിസ്തു എന്ന മൂലക്കല്ലിനോടും അപ്പോസ്തലന്മാരോട് അടിസ്ഥാനമായ ശിലകളോടും ചേർന്നണിയപ്പെട്ട മന്ദിരമാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, സഭ എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്. സഭ യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോടും അപ്പോസ്തലന്മാരുടെ അടിസ്ഥാന ശിലകളോടും വിശുദ്ധന്മാരുടെ സഹപൗരത്വമുള്ള അനുഗ്രഹീതമായ ഒരു മന്ദിരമാണ് സഭ. ഇന്ന് ശ്രേഷ്ഠഭാവ തിരുമനസ്സുകൊണ്ട് ഒരു വലിയ ശിലയും അതിനോട് ചേർന്ന് 12 ചെറിയ ശിലകളും കൂദാശ ചെയ്ത് ഈ ദേവാലയത്തിൻ്റെ പ്രധാന ത്രോണോസിലും മദ്ബഹായിലും ദേവാലയത്തിൻ്റെ 4 മൂലയിലുമായിട്ട് സ്ഥാപിച്ചിരിക്കുന്നു. ഇത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ആ വാക്യത്തിൻ്റെ നിവൃത്തിയാണ്. ക്രിസ്തു എന്ന മൂലക്കല്ലിനോടും അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാനത്തോടും അതുപോലെ തന്നെ വിശുദ്ധന്മാരുടെ സഹപൗരത്വം, സഭയിൽ വിശുദ്ധന്മാരുടെ സഹപൗരത്വമുണ്ട്. അതുകൊണ്ട് ഈ ത്രോണോസ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിലാണ്. സഭയിൽ യേശുക്രിസ്തുവുണ്ട്, വിശുദ്ധന്മാരുടെ സാന്നിധ്യമുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്. ഈ മഹത്തരമായ വേദസത്യമാണ് ഇന്ന് പാട്ടിലൂടെയും ആരാധനയിലൂടെയും കർമാനുഷ്ഠാനങ്ങളിലൂടെയും ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലേവ്യ പുസ്തകം 7-ാം അധ്യായം 8-9 വാക്യങ്ങൾ, മോശ അഭിഷേക തൈലമെടുത്ത് സമാഗമന കൂടാരത്തെയും ആലയത്തെയും അതിൻ്റെ ഉപകരണങ്ങളെയും ശുദ്ധീകരിക്കുകയും ജനങ്ങളെയും ശുദ്ധീകരിച്ചതായി വായിക്കുന്നു. രണ്ടാമത് ശ്രേഷ്ഠഭാവ തിരുമനസ്സുകൊണ്ട് യുഗങ്ങൾക്ക് മുമ്പ് മോശ ആദ്യത്തെ ദേവാലയത്തെ യാഗപീഠത്തെ അഭിഷേക തൈലം കൊണ്ട് ശുദ്ധീകരിച്ചതുപോലെ പരിശുദ്ധ സുറിയാനി സഭ
ദൈവം കാണിച്ചു തന്ന മാതൃകയിൽ പരിശുദ്ധ മൂറോനാൽ ഈ ദേവാലയത്തെ മോശയെ പോലെ മോശയുടെ പ്രധാനാചാര്യത്വത്തിൻ്റെ ആ പിന്തുടർച്ചയേറുന്ന ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ സഭ എത്രയോ ശ്രേഷ്ഠമാണ്. സുറിയാനി സഭയുടെ ആരാധനകൾ ശ്രേഷ്ഠമായിട്ടും വേദപുസ്തകത്തെ അതുപോലെ പകർത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ സഭയ്ക്ക് മാത്രമുള്ള ഒരു അനുഗ്രഹീത വരദാനമാണ്. വേദപുസ്തകത്തെ പകർത്തിയ പിതാക്കന്മാരുടെ ആ ശ്രേഷ്ഠ പിന്തുടർച്ചക്കാരാകുവാൻ നമുക്ക് സാധ്യ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് ഒരു വാക്യം മാത്രം ചിന്തിക്കുവാനായിട്ട് സമർപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകം 122 അധ്യായം 1 വാക്യം. അത് കൂദാശിയിൽ നമ്മൾ പാടുന്നതായ ഒരു സങ്കീർത്തനമാണ്. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്ന് ദാവീദ് പറയുന്നു. പരനുടെ മന്ദിരം അതിലേറാം എന്നവർ ഓതുകയാൽ ഞാൻ ഏറ്റവും തോഷിച്ച് എന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നുണ്ട്. ദീർഘദർശിയായ ദാവീദിന് ജീവിതത്തിൽ ഇഷ്ടംപോലെ സന്തോഷിക്കാൻ അവസരങ്ങളുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, രാജാവായിരുന്നു, സൈന്യമുണ്ടായിരുന്നു, രാജ്യത്തിൽ ഭൂസ്വത്തുണ്ടായിരുന്നു. പക്ഷേ ദാവീദ് പറയുന്നു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ദേവാലയത്തിലേക്ക് പോകുമ്പോഴാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ദേവാലയം ദാവീദിന് തൻ്റെ ജീവിതത്തിൽ എങ്ങനെ ദേവാലയം സന്തോഷമായി തീർന്നു പോകും. യേശു ദൈവത്തെ കണ്ടെത്തുവാൻ ദേവാലയം സാധിച്ചു. നമുക്കെല്ലാവർക്കും ഈ ദേവാലയം സന്തോഷത്തിൻ്റെ അവസരമാകണം. ദാവീദ് പറയുന്നുണ്ട്, ഞാൻ യഹോവയുടെ ആലയത്തിൽ തഴച്ചു വളരുന്ന ഒലിവൃക്ഷം പോലെ ആയിരിക്കും. ആ ഒലിവൃക്ഷത്തിന് അനേകം പ്രത്യേകതകൾ വേദപഠിതാക്കൾ പറയുന്നുണ്ട്. യാഗപീഠത്തിൻ്റെ അരികിൽ നിൽക്കുന്ന ഒലിവൃക്ഷത്തിന് ധാരാളം ഇലകളുണ്ടായിരുന്നു, അതിൽ പക്ഷികളുണ്ടായിരുന്നു, ശിഖരങ്ങളുണ്ടായിരുന്നു, ഫലങ്ങളുണ്ടായിരുന്നു. ആ ഒലിവൃക്ഷത്തിന് പ്രത്യേകതകളുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇവിടെ പ്രാർത്ഥിക്കുന്നത് സന്തോഷമാകട്ടെ. ജീവിതത്തിൽ എത്ര സ്വത്തുണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും ഒരു മനുഷ്യൻ സന്തോഷിക്കുന്നത് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോഴുമാണ്. 3 കാര്യങ്ങൾ ദാവീദിന് സന്തോഷമുണ്ടായി. 1, ദേവാലയം ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള സ്ഥലമാണ്. 2, ദേവാലയം നേർച്ച അർപ്പിക്കുന്നതിന് സ്ഥലമാണ്. 3, ദേവാലയം ദൈവത്തെ കണ്ടെത്തുന്ന സ്ഥലമാണ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ദാവീദിന് ദേവാലയത്തിൽ വരുവാൻ സന്തോഷമുണ്ടായത്. അനുഗ്രഹീതരായ ദൈവമക്കളെ, സുറിയാനി സഭയുടെ അനുഗ്രഹീതരായ സന്താനങ്ങളെ, പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഈ ദേവാലയത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കട്ടെ. ഇവിടെ നിങ്ങൾക്ക് നേർച്ചകൾ അർപ്പിക്കുവാനും യാഗപീഠത്തിൽ വഴിപാട് അർപ്പിക്കുവാനും സാധിക്കട്ടെ. ഇവിടെ ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കട്ടെ. ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ. ദീർഘദർശിയായ ദാവീദിനെ പോലെ ദൈവതിരുസന്നിധിയിൽ സന്തോഷിക്കുവാൻ ഈ ദേവാലയം നിങ്ങൾ മുഖാന്തരമായി തീരട്ടെ. ഫിലിപ്പിയ ലേഖനം 4:4 സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ. നിങ്ങൾക്ക് സന്തോഷിക്കുന്നതിന് ഈ ആലയം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് സഹകരിച്ച എല്ലാവരെയും ശ്രേഷ്ഠ ബാവായോടൊന്നിച്ച് അഭിമന്യ തിരുമേനിയോടൊന്നിച്ച് മുക്തകണ്ഠം ശ്ലാഘിക്കുകയും ദൈവിക അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഭിമന്യ പിതാവായ ഈ ഇടവകയോട് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന മാത്യൂസ് മാർ അന്തിമോസ് തിരുമേനിയും അതേപോലെ തന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന ഏലിയാസ് മാർ അത്തനാസിയോസ് തിരുമേനിയും ശ്ലീബാമത്തിക്കും നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലയോ ഹാലൻ വലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയ
والروح قادش ഓലം വാദാമൽ ഓലം ഉൽമീനാമേ ദർവുകൾ ഭാജനമേ എന്നിലൊന്നിച്ചോ രേഖസുത തൃക്കര ഞങ്ങളിൽ അലിവാഴ്ത്ത പക്കലപേക്ഷയണ കേണം സൗമൈൻ കാലു സ്കുറിലായിസോ രാമൻ ശരണം വരദായകമാക തൽ പ്രാർത്ഥന ഞങ്ങൾ കാൽമാവിനു കോട്ട ബാറക്കുമോ والروح قادش ദൈവ പ്രസവിത്രീ കന്യകമറിയാമേ ഉയരും നോയാറിൽ സുഖപരിമളധൂപം മുറിയോറാഹി മേലൈനോ ആധാരേ തേടരുത് മാതാവേ ഞങ്ങൾക്കായുള്ളർത്ഥനയെ ജങ്ങളിലാദ്രത തോന്നിട ഏകാത്മജനോടാർത്ഥിക്കാം വൻപന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ വളരും അവൻ ലബാനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവർ തളരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോ ഓലം വാദാമൽ ഓലം ഉൽമീനാമേ ആരോ പോലെങ്ങം മോർഗി വരുകെ സഹദാ ഉണ്ടേ മേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ സ്തൗമിൻ കാലുസ്കുറിലായിസോ പ്രാർത്ഥനയൻ സമയമിതല്ലോ മോർക്കാദേശ പതിവിൻ പടി നീൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്ക ഇമ്പമെഴും നീ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശെ പോത്ര കൈവാത്തേണം ബാറക്കുമോ നിന്നെ വരിച്ചൊരു താതനും മോർഗ്രീഗോറിയോ നിന്നോർമ്മയെ ബഹുമാനിച്ച സുധനും സ്തോത്രം നിന്നെ മുടിച്ചൂടിടുന്ന റൂഹാവന്നിൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ കേന്നും മുറിയോറാകെ മേലൈനോ ആധാരേ ഓലം വാദാമൽ ഓലം ഉൽമീനാമേ നേടല്ലേ സോനനാഥ ശുശ്രൂഷകര വൈദികരെ ഉയർത്തി വലിയൊരു നാളികൾ അവർക്ക് ഗണമേ മുഖകാന്തി മുറിയോറാഹെ മേലൈനോ ആധാരേ മസിഹാകൂദ ചകളർപ്പിച്ചോ രാജാരേമ
കേകുക പുണ്യം നാദാസ്തോത്രം. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ സന്ധ്യാപ്രാർത്ഥനയിലും ദിവ്യശുശ്രൂഷയിലും ഞങ്ങളോടൊരുമിച്ച് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ മരിച്ചു പോയവർക്കും പാപപരിഹാരം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഭയങ്കരവും ഔന്നത്യവുമുള്ളതുമായ അവിടുത്തെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ബലഹീനമുള്ളവയും വളരെ കുറവുള്ളവയുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെട്ട് അംഗീകാരയോഗ്യവും ആകെ തീർക്കണമേ. ഓശോ മാതൃവിശുദ്ധ തോബൈ ഹോലാബദേ തോബി മോദോസേ മോറഹോ മിസ്കാഹലഹോ കദഈരി വബകമേ ഫോലഹി ഓസർ ഹാസ ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമേനി, അഭിവന്ദനായ മെത്രാപ്പൊലിത്തന്മാരെ, വന്ദരായ കോർപ്പിസ്കോപ്പന്മാരെ, വന്ദരം ബാച്ചൻ, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള വിശ്വാസികൾ കൂട്ടമേ, കരയാമ്പ്രമ്പ് ദേശത്തിൻ്റെയും ഇടവകയുടെയും 4 വർഷക്കാലത്തെ പ്രയത്നത്തിൻ്റെ പൂർത്തീകരണമായിരിക്കുന്നുവല്ലോ ഈ പരിശുദ്ധമായ മുഴുവൻ കൂദാശ. ഒത്തിരിയേറെ കഷ്ടപ്പാടുകളും ഒത്തിരിയേറെ കാത്തിരിപ്പിൻ്റെയും പൂർണ്ണതയിലേക്ക് ഇന്ന് ദൈവം നൽകിയിരിക്കുന്ന കൃപയോർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒത്തിരിയേറെ ജനവും ശ്രേഷ്ഠബാബ തിരുമനസ്സുകൊണ്ടും അഭിനന്ദനായ തിരുമേനിമാരുടെ എഴുന്നള്ളി വന്ന് ഈ കൂദാശ നിവർത്തിച്ചപ്പോൾ ഈ ദേശം സന്തോഷിക്കുകയും ഇടവക അത്യാഹ്ലാദത്താൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. ശ്രേഷ്ഠബാബ തിരുമനസ്സിൻ്റെ വാർദ്ധക്യത്തിലും ഈ മുഴുവൻ കൂദാശയ്ക്ക് മുമ്പ് തന്നെ എഴുന്നള്ളി വന്ന് ഈ പള്ളിയിൽ വന്ന് ഞങ്ങളേക്ക് അനുഗ്രഹിക്കുകയും എന്ന നിർദ്ദേശം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ന് ഈ വാർദ്ധക്യത്തിലും ഈ ശ്രേഷ്ഠബാബ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ സ്വീകരണമൊക്കെയും ഏറ്റുവാങ്ങി ഈ മുഴുവൻ കൂദാശ നിവർത്തിക്കുമ്പോൾ ഈ ഇടവകയ്ക്കുള്ളതായ അത്യധികമായ വിധേയത്വവും സ്നേഹവും നന്ദിയും കടപ്പാടുമൊക്കെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എത്രമാത്രം നന്ദി പറഞ്ഞാൽ എത്രമാത്രം വിധേയപ്പെട്ടാലും ഇതിന് മതിയില്ല എന്നറിയിക്കുകയും ചെയ്യട്ടെ. അഭിനന്ദനായ എബ്രഹാം മാർ സേവേറോസ് തിരുമേനി അങ്കമാലി മേഖലയുടെ മെത്രാപ്പൊലീത്ത, അതുപോലെ തന്നെ പെരുമ്പാവൂർ മേഖലയുടെ അഭിനന്ദനായ മാത്യൂസ് മാർ അപ്പറയം മെത്രാപ്പൊലീത്ത, അഭിനന്ദനായ ഏലിയാസ് മാർ താനോസ് തിരുമേനി, തൃശ്ശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത, മൈലാപ്പൂർ ഭദ്രാസനത്തിന് അഭിനന്ദനായ ഐസക് മാർ ഓസ്താത്യൂസ് തിരുമേനി, മൂവാറ്റുപുഴ ഭദ്രാസനത്തിന് അഭിനന്ദനായ മാത്യൂസ് മാർ അന്തിമോസ് തിരുമേനി മെത്രാപ്പൊലീത്തന്മാരൊക്കെയും എഴുന്നള്ളി വന്ന് ഈ വലിയ കൂദാശയെ അനുഗ്രഹമാക്കി തീർത്തപ്പോൾ ഒത്തിരിയേറെ സ്നേഹവും വിധേയത്വവും ഒക്കെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. ഈ സമയത്ത് എത്രയും പെട്ടെന്ന് ചില അനൗൺസ്മെൻറ്റ്സ് നടത്തുന്നു. വന്നിരിക്കുന്നതായ എല്ലാ വിശ്വാസികൾക്കും സ്നേഹവിരുന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ പങ്കുചേർന്ന ശേഷം മാത്രമേ പോകാവൂ എന്ന് ഏറെ സ്നേഹത്തോടുകൂടി ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. വന്നിരിക്കുന്ന സകല വിശ്വാസികൾക്കും സ്നേഹവിരുന്ന് ക്രമീകരിച്ചിരിക്കുന്നതിൽ സംബന്ധിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികന്മാരും മുൻവികാരിമാരൊക്കെയും സ്നേഹപൂർവ്വം ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്നിട്ടുണ്ട്. ഒത്തിരിയേറെ സന്തോഷവും വിധേയത്വവും സ്നേഹവും ഇടവയ്ക്ക് വേണ്ടി സമയത്ത് സമർപ്പിക്കുന്നു. ഇടവകയിൽ കാലാകാലങ്ങളായി സേവനമനുഷ്ഠിച്ചു പോയ മുൻവികാരിമാരൊക്കെയും സ്നേഹപൂർവ്വം ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നപ്പോൾ ഇടവയ്ക്ക് അത്യന്തമായ സ്നേഹവും വിധേയത്വവും കടപ്പാടും ഒരിക്കലും മറക്കാനാകുന്നതല്ല. നിങ്ങളുടെ സാന്നിധ്യത്തെ പ്രത്യേകിച്ച് ഇടവക ഓർത്ത് നന്ദി രേഖപ്പെടുത്തുകയും നിങ്ങളുടെ സ്നേഹാതിരികളെ ഏറെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് സ്നേഹവിരുന്നിൽ കൂടി സംബന്ധിച്ച് പോകണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട എല്ലാ അച്ഛന്മാരുടെയും പേരെടുത്ത് പറയുന്നത് പ്രായോഗികമല്ലല്ലോ. അതുപോലെ തന്നെ പുത്തൻകുരിശിന് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ പ്രത്യേകമായ ഈ മുറൻ കൂദാശയുടെ ഗാനശുശ്രൂഷ നിർവഹിപ്പാൻ തക്കവണ്ണം കടന്നു വന്നിട്ടുണ്ട്. അവരൊക്കെയും പേരെടുത്ത് പറയുന്നില്ല എങ്കിലും വന്നു ചേർന്നിരിക്കുന്ന അതിനുവേണ്ടി പ്രത്യേകമായി ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും ശമാശന്മാരെയും ഒക്കെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഈ ഇടവക ഓർക്കുന്നു.
പ്രിയമുള്ള വിശ്വാസികളെ, ഞാൻ പറഞ്ഞുവല്ലോ, 4 വർഷക്കാലത്തെ പരിശ്രമത്തിൻ്റെ ഈ ഇടവകയുടെ കൂദാശ പൂർത്തീകരിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യമാവുന്ന ഇടവകയുടെ സംതൃപ്തി ഉണ്ടാക്കുന്നത്. എല്ലാവരെയും പ്രത്യേകിച്ച് ഓർത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട തോമസ് മങ്ങാട്ടച്ഛൻ, ഇടവകയുടെ തൊട്ട് ഞങ്ങളുടെ സഹോദരി ഇടവകയായിരിക്കുന്ന സെൻറ്റ് ജോസഫ്സ് ദേവാലയത്തിന് വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് മങ്ങാട്ടച്ഛനൊക്കെയും മറ്റ് കത്തോലിക്ക സഭയിൽ ബഹുമാനപ്പെട്ട വൈദികരൊക്കെയും കടന്നു വന്ന് ഈ കൂദാശയുടെ സഹകാർമ്മികത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നു. സെമിനാരിയിൽ നിന്നും മറ്റും വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ശമാശന്മാരുടെ നന്ദിയും ഈ ഇടവക പ്രത്യേകിച്ച് രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ള വിശ്വാസികളെ, ദൂരെയും ചാരിയെന്നുമായിട്ട് മറ്റുള്ള ഇടവകളിൽ നിന്നൊക്കെയും കടന്നു വന്ന് ഈ വലിയ ആഘോഷത്തിൻ്റെ ഭാഗമായി മാറിയപ്പോൾ ഇടവകയ്ക്ക് ഒരിക്കലും മറക്കാനാകാത്ത കടപ്പാട് സ്നേഹവും നിങ്ങളോടുണ്ട്. നാനാദേശങ്ങളിൽ നിന്നും അയൽപ്പള്ളികളിൽ നിന്നും പ്രത്യേകിച്ച് ഞങ്ങളുടെ തലപ്പള്ളിയായിരിക്കുന്ന സെൻറ്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്നൊക്കെയും ബഹുമാനപ്പെട്ട വികാരിയും തോടെയുള്ളതായ എല്ലാ വിശ്വാസികളും സംബന്ധിക്കുന്നു. ഈ പ്രദേശത്തുള്ള സകല പള്ളികളെയും വിശ്വാസികളും വികാരിമാരും അപാലവൃന്ദം കടന്നു വന്ന് ഈ ശുശ്രൂഷ നിവർത്തിച്ചപ്പോൾ ഒത്തിരിയേറെ സ്നേഹവും വിധേയത്വം നിങ്ങളോട് സമർപ്പിക്കുകയും നിങ്ങളുടെ സ്നേഹത്തെ ഞങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഈ പള്ളിയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കലാകാരന്മാരെയും ശില്പികളെയും നേതൃത്വം കൊടുത്ത കാരന്മാരെയും ബഹുമാനപ്പെട്ട മുൻവികാരിമാരെയും ഒക്കെ നാളെ ആദരപൂർവ്വം ക്ഷണിച്ച് ഇടവക ആദരിക്കുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. നാളെ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരുങ്ങുന്നു എന്നറിയിക്കട്ടെ. നാളെ രാവിലെ 8 മണിക്ക് 7 മണിക്ക് പ്രഭാത പ്രാർത്ഥനയും 8 മണിക്ക് വിശുദ്ധ 3 കുർബാനയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മൈലാപ്പൂർ ഭദ്രാസനത്തിൻ്റെ അഭിനന്ദനായിരിക്കുന്ന ഐസക് മാർ ഓസ്താത്യോസ് മെത്രാപ്പൊലീത്തായും ഇടവകയുടെ വൈദികരായിരിക്കുന്ന വന്നി വർഗീസ് പുളിൻ കോർപ്പിസ്കോപ്പായും ബഹുമാനപ്പെട്ട വർഗീസ് പാലയിൽ അച്ഛനുമാണ് സഹകാർമ്മികത്വം വഹിക്കുന്നു ഓർപ്പിക്കുന്നു. എല്ലാ വിശ്വാസികൾ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യണമേ. നാളെ കഴിഞ്ഞ നടക്കുന്ന പള്ളിയുടെ പെരുന്നാളും പൊതുസമ്മേളനവും മറ്റും വിജയിപ്പിക്കുവാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഞായറാഴ്ച വിശുദ്ധ കുർബാനയും അതുപോലെ ഞായറാഴ്ച വൈകിട്ട് ശ്രേഷ്ഠ ബാബാ തിരുമനസിൻ്റെ സാന്നിധ്യത്തിൽ വലിയ ഒരു പൊതുസമ്മേളനം ക്രമീകരിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയായിരിക്കുന്ന പ്രൊഫസർ കെ.വി. തോമസ്, കേരള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമാൻ കെ.എം. മാണി, അഭിനന്ദനായ മാർ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത് പിതാവ്, അഭിനന്ദനായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത തുടങ്ങി അഭിനന്ദനായ ഡോക്ടർ ഏലിയാസ് മാർ താനാസ് തിരുമനസ് തുടങ്ങി വൈദ്യരായ അഭിനന്ദനായ പിതാക്കന്മാരും മറ്റ് പ്രമുഖന്മാരും ഒക്കെയും വന്ന് ഈ പൊതുസമ്മേളനത്തിന് ആഭിമുഖ്യം കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെടണമേ എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു.